ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ആരോഗ്യ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഇന്ന് ഈ കേരളത്തിൽ സ്റ്റെതസ്കോപ്പ് പിടിച്ചിരിക്കുന്ന കൈകൾ ദുഃഖിതരാണ്. മാനസികമായി അവർ തകർച്ചയിലാണ്. MBBS വിദ്യാർത്ഥികൾ ഭയപ്പാടിലാണ്. ജനസേവനത്തിനായി ഇറങ്ങിത്തിരിച്ചവർക്ക് ജനങ്ങൾ തന്നെ എതിരാകുന്നുണ്ടോ? ഇതിലെ യാഥാർത്ഥ്യം എന്ത്? ഔസർജൻസിയും PGയും ചെയ്യുന്നവർ വളരെ കഷ്ടതയിലാണ്. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ ആത്മഹത്യാ പ്രവണത പെരുകുന്നുണ്ടോ? MBBS കാലഘട്ടത്തെയും PG കാലഘട്ടത്തെയും സൂപ്പർ സ്പെഷ്യാലിറ്റി കാലഘട്ടത്തിലെയും പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, ഇതുവരെ സംസാരിക്കാത്ത വിഷയങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. വെൽക്കം ടു കേരള ഡോക്ടർ ഫയൽസ്. നമസ്കാരം, ഞാൻ ഡോക്ടർ മനീഷ്, MBBS MD, ഫാർമക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഞാൻ ഡോക്ടർ ഏബൽ, MBBS MD, ബയോകെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഞങ്ങൾ എന്തുകൊണ്ടൊരു ചാനൽ തുടങ്ങി എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് MBBS കോഴ്സിനെ കുറിച്ചും അതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ചാനലുകൾ വളരെ കുറവാണ്. കൂടുതൽ ചാനലുകളും ഹെൽത്ത് ടോക്കുകളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് എല്ലാം നമ്മൾ കണ്ടിരിക്കുന്ന മുഴുവൻ ഡോക്ടേഴ്സിന്റെ ഹെൽത്ത് ടോക്സിനെ കുറിച്ചും അതിന്റെ ഓരോ രോഗത്തിന്റെയും രോഗികളുടെ അവസ്ഥകളെ കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് MBBS, എന്താണ് MD, എന്താണ് DM എന്നതിനെ പറ്റിയിട്ടുള്ള ആധികാരികമായിട്ടുള്ള എന്താണ് ശരിക്കും നടക്കുന്നത് ഈ മെഡിക്കൽ കോളേജിൽ എന്നുള്ളതിനെ പറ്റി ഈ 5 വർഷം ഇവരെന്താണ് അവിടെ പഠിക്കുന്നത്, അതെ, എന്താണ് ഈ മലമറിക്കുന്ന MBBS എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യകാരണങ്ങൾ, അല്ലെ? എന്തുകൊണ്ട് പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർ സമരങ്ങളിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് ഇറങ്ങുന്നു എന്നുള്ളത് ഈ കോഴ്സിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള തുടർ പഠനങ്ങളെ കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്കിടയിൽ മനസ്സിലാവും. തീർച്ചയായിട്ടും. അപ്പം മനീഷ്, എന്റെ ആദ്യത്തെ ചോദ്യമാണ്, കേരളം നമ്പർ 1, ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ 1 നമ്മൾ എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? എബല, ഇതിന്റെ ഒരു ആസ്പെക്ട് നമ്മൾ പരിശോധിച്ചാൽ കേരളം തികച്ചും നമ്പർ 1 തന്നെയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹെൽത്ത് കെയർ നമുക്ക് അത്ര കയ്യെത്താവുന്ന ദൂരത്താണ്. ഒരു സാധാരണക്കാരന് പോലും ഒരു പനിയോ ജലദോഷമോ എന്ത് വന്നാലും നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, നമ്പർ ഓഫ് ഹോസ്പിറ്റൽസും അതുപോലെ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി വളരെ ഇതാണ്. ഇപ്പൊ ഇതിന്റെ ഞാൻ പറയാനുള്ളത്, കേരളത്തിന്റെ ഹെൽത്ത് കെയർ ഇൻഡെക്സ്, ഹെൽത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഹെൽത്ത് ഇൻഡെക്സ്, പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇതെല്ലാം ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യങ്ങളോട് കിടപിടിക്കുന്നതാണ്. അത് ഏറ്റവും വലിയ അഭിമാനകരമായിട്ടൊരു സംഗതിയാണ്. അതും പ്രത്യേകിച്ച് ഒരു 3ാം ലോക രാഷ്ട്രം എന്ന് നമ്മൾ ബാക്കിയുള്ള ഡെവലപ്ഡ് കൺട്രീസ് മുഴുവൻ ഒരു പേര് എഴുതി ഒട്ടിച്ചു വെച്ച ഇന്ത്യയിലുള്ള സംസ്ഥാനമാണെന്ന് ഓർക്കുമ്പോൾ അത് തീർച്ചയായിട്ടും കേരള നമ്പർ 1 എന്ന് പറയുന്നത് ഒരു 90% സത്യമാണ്. പക്ഷെ ആ നമ്പർ 1 എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയുള്ള സാക്രിഫൈസസ്, അതിൻ്റെ ഉള്ളിൽ കുറെ പ്രശ്നങ്ങളുണ്ട് മനുഷ്യൻ. പ്രശ്നങ്ങളിലൊക്കെ ഏറ്റവും അനുഭവിക്കുന്നത് മുഴുവൻ ആരോഗ്യ പ്രവർത്തകരാണ്, എസ്പെഷ്യലി ഡോക്ടേഴ്സാണ്. തികച്ചും വളരെയധികം പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തില്. അപ്പൊ അത് നമ്മൾ ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ആദ്യം നമുക്ക് പിന്നെ എന്റെ മനസ്സിലേക്ക് വരുന്നത് പറഞ്ഞാൽ നമ്മുടെ MBBS കാലഘട്ടത്തിനെ കുറിച്ചാണ്. നമ്മുടെ MBBS അന്നത്തെ MBBS 2008-09 കാലഘട്ടത്തിലാണ് നമ്മൾ MBBS ചെയ്തത്. അന്ന് നമ്മൾ MBBS കയറുമ്പോൾ നമുക്ക് ആദ്യത്തെ വർഷം തികച്ചും നമുക്ക് ഏകദേശം ഒരു 12 മാസത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു വർഷം. ആദ്യത്തെ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാട്ടമി, ബയോകെമിസ്ട്രി, ഫിസിയോളജി എന്നുള്ള 3 സബ്ജക്റ്റാണ്. ഏറ്റവും ബേസിക് സയൻസസ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വർഷം നമുക്ക് പോരാന്ന് നമുക്ക് അന്ന് തോന്നിയിട്ടുണ്ട്, അല്ലെ? കാരണം പിന്നെ ആ ഒരു അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും ആ ഒരു അങ്കലാപ്പാണ്, എന്താണ് സംഭവിക്കുന്നത്. ആദ്യമായിട്ട് ഡിസക്ഷൻ ചെയ്യുമ്പോൾ, ഒരു കെടാവർ കാണുമ്പോൾ ഒക്കെ അന്ന് വരുന്ന ആ ഒരു ഭീതിതമായ അവസ്ഥയും, അതിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, അതെല്ലാം മാറി വരാൻ ഒരു 3 മാസം സമയം എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ശരിക്കും ഒരു ഇതിലേക്ക് വരുന്നത്. ഇതില് മനസ്സിലാക്കേണ്ട വേറൊരു സാധനം, നമ്മുടെ
+2 കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഇതിലോട്ട് വരുന്നത്. തീർച്ചയായിട്ടും +2 കഴിഞ്ഞോട്ട് വരുന്ന സമയത്ത് +2 എല്ലാ ടെസ്റ്റിലും നമുക്ക് 100%, 94%, 96%. ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരുന്ന സമയമാണ് ഫസ്റ്റ് ഇയർ MBBS. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് പരാജയം അല്ലേ? അതുവരെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിന്ന ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ ആദ്യമായിട്ട് പരാജയം അനുഭവിക്കുന്നത് ആദ്യത്തെ പരീക്ഷകളിലാണ്. ആകെ ഒരു വ്യത്യാസമാണ്. സ്തംഭിച്ചു നിൽക്കുന്ന മാർക്ക് ലിസ്റ്റ് നോക്കി സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ. അതായത് പിന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു ചെറിയൊരു കുന്നാണ് നമ്മുടെ +2 എങ്കിൽ മറ്റൊരു എവറസ്റ്റ് ആണ് ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ അഡ്ജസ്റ്റ്മെന്റ് മാറാൻ അത്രയ്ക്ക് എത്താനായിട്ട് സമയമെടുക്കും. പലപ്പോഴും നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ പറയും നിന്റെ ജീവിതം സെറ്റ്. അത് +2 കഴിയുമ്പോൾ പറയുന്നതാണ് നിന്റെ ജീവിതം സെറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏബലിന് എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങളുടെ സമയത്തൊക്കെ അനാട്ടമി ഫസ്റ്റ് ടെസ്റ്റ് വരുന്ന സമയത്ത് 1-2 പേര് പാസ്സാകും. ഈ സമയം മാർക്ക് ലിസ്റ്റ് നോക്കി നമുക്കുണ്ടാകുന്ന മാനസികാഘാതം വളരെ വലുതാണ്. ഒരൊറ്റ എക്സാമിന് പോലും തോൽക്കാതെ +2 നമ്മള് എത്തിയിട്ട് ഇതിന്റെ മാർക്ക് ലിസ്റ്റ് 50-ൽ 10, 50-ൽ 8. പിന്നെ ഒരു സമാധാനമുള്ളത് ക്ലാസ്സിൽ ഏകദേശം 5 പേര് മാത്രമേ ജയിക്കുകയുള്ളൂ. 25 മുകളിൽ കിട്ടുന്ന ബാക്കി 95 പേര് നമ്മുടെ കൂടെയാണ് എന്നുള്ളതാണ് ആകെയുള്ള ഒരു സമാധാനം. അതൊരു വല്ലാത്ത സൃഷ്ടി. പക്ഷെ എന്നാലും നമ്മൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ഇന്റേണൽ കഴിയുമ്പോഴേക്കും നമ്മൾ എല്ലാവരും ട്രാക്കിലേക്ക് നമ്മൾ അത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പഠിച്ചു. പിന്നെ ഇതൊരു ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളത് ആദ്യത്തെ പേജ് മുതൽ അവസാന പേജ് വരെ പഠിക്കേണ്ടതല്ല. ഇത് ഒരു റെഫറൻസ് ടെക്സ്റ്റ് ബുക്കാണ്. സിലബസും നമ്മുടെ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നമ്മൾ പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ അധ്യാപകർ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഫസ്റ്റ് ഇയറിലെ അധ്യാപകർ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പീരീഡ്സിൽ വരുന്ന അല്ലെ? അതെ, തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പിന്നെ ഇതെന്ന് പറഞ്ഞ് ഇന്നത്തെ വിദ്യാർത്ഥികളായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ സ്ട്രെസ് അവർ അനുഭവിക്കുന്നില്ലേ? ഉറപ്പായിട്ടും. കാരണം ഏബലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെക്കാളും ഇപ്പോ കുട്ടികൾക്ക് സ്ട്രെസ് വളരെ കൂടുതലാണ്. കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയുന്നു നമ്മളെക്കാളും ബ്രില്യൻ്റ് ആണ് ഇപ്പൊ കയറി വരുന്നത്. കാരണം 21-22 ലക്ഷം പേരിൽ നിന്നാണ് ഈ MBBS പഠിക്കാനായിട്ട് ഈ കുട്ടികൾ വരുന്നത്. നമ്മുടെ ആ സമയത്ത് അത്രയും കോമ്പറ്റീഷൻ ഇല്ല. നമ്മുടെ സമയം എന്ന് പറയുമ്പോൾ ഒരു 15 വർഷം മുമ്പത്തെ സമയം അല്ലെ, 17 വർഷം 15-16 വർഷം മുമ്പത്തെ സമയം. ആ സമയത്ത് ഇത്രയും കോമ്പറ്റീഷൻ ഇല്ല. ഇന്ന് 22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന നീറ്റ് PG പരീക്ഷയിൽ നിന്നുമാണ് ഇവര് MBBS വരുന്നത്. അപ്പൊ ബ്രില്യൻ്റ് ആണ് മനുഷ്യ, ബ്രില്യൻ്റ് ആണ്. പക്ഷേ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. അതേപോലെ അതിന് ഒരു കാരണം പലപ്പോഴും ഇവർക്കുള്ള പിയർ പ്രഷറാണ്. +2 കഴിഞ്ഞ ഉടനെ തന്നെ അല്ലെങ്കിൽ +2-നോടൊത്ത് തന്നെ ഇവര് എന്ത് ചെയ്യും, നമ്മുടെ എൻട്രൻസ് കോഴ്സ് വേണ്ടി ട്രൈ ചെയ്യും. ആ നിമിഷം മുതൽ ഇവർക്കൊരു കോമ്പറ്റീഷൻ മോഡാണ് അല്ലെ? കോമ്പറ്റീഷൻ മോഡാണ്. അതായത് മോഡ് എന്ന് പറയുന്ന പോലെ കോമ്പറ്റീഷൻ മോഡാണ്. പക്ഷെ എനിക്ക് തോന്നിയത് പലപ്പോഴും സ്വന്തം ആഗ്രഹത്തിനെതിരായിട്ടാണ് കുറെ കുട്ടികൾ വരുന്നവരുണ്ട് ഇപ്പൊ MBBS ചേരുന്നത് അതല്ലേ? എബലെ അതിൽ ഒരു വിഭാഗം ആൾക്കാര് അല്ലാതെ ജോയിൻ ചെയ്യുന്നവരുണ്ട്. എനിക്ക് ഡോക്ടർ ആവണം ആഗ്രഹമുള്ള തികച്ചും കമ്മിറ്റഡ് ആയിട്ട് കോഴ്സ് ജോയിൻ ചെയ്യുന്നവരുണ്ട്. മറ്റു പലരും പാരന്റ്സിന്റെ പ്രഷറിന് വഴങ്ങി, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ചേട്ടൻ ഡോക്ടറായി, അപ്പൊ ഞാൻ ഡോക്ടർ ആയില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് വിചാരിച്ച് അങ്ങനെ വരുന്നവരുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം മനസ്സിലാവുന്ന MBBS ജോയിൻ ചെയ്യുമ്പോഴാണ്. വേറെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, പണ്ടത്തെ പോലെ നമ്മുടെ മുമ്പത്തെ ജനറേഷൻ, നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുടെ ജനറേഷൻ, അന്ന് ആദ്യത്തെ വർഷം ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലമായിരുന്നു. 1.5 കൊല്ലം, 3 സെമസ്റ്റർ ആയിട്ട് 1.5 കൊല്ലം തികച്ചുണ്ട് നമുക്ക് മുമ്പുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നമുക്കൊരു 12 മാസം കിട്ടിയെന്ന് ചോദിക്കാം. എന്നാൽ ഇപ്പോൾ ഉള്ള കുട്ടികൾ നമുക്ക് ഇത് വളരെ സ്ട്രെസ്ഫുൾ നമുക്കും ഉണ്ടാക്കുന്നതാണ്. ഇവര് നീറ്റ് എഴുതി അവരുടെ എല്ലാ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് അഡ്മിഷനിലേക്ക് വന്നു. അത് ക്ലാസ് തുടങ്ങി ഏകദേശം 7 മാസമാണ് പഠിപ്പിക്കാൻ നമുക്ക് കിട്ടുന്നത്. 7 മാസം. കാരണം അതിനുള്ളിൽ 8.5 മാസം ആവുമ്പോഴേക്കും എന്ത് വരും? യൂണിവേഴ്സിറ്റി എക്സാം വരും. അപ്പൊ ആകെ കിട്ടുന്ന സമയം വളരെ തുച്ഛമാണ് മനുഷ്യൻ. ഇതിന്റെ ഇടയ്ക്ക് ഈ കുട്ടികൾ അഡ്ജസ്റ്റഡ് ആയിട്ട് ഇനി അതും കഴിഞ്ഞ് പിന്നെ അവര് പഠിക്കാനും കയറണം അല്ലെ? ആ പഠിക്കാനുള്ള മെന്റാലിറ്റിയിലേക്ക് വരണം. വളരെ സ്ട്രെസ്ഫുൾ ആണ്. ആ സമയം എനിക്ക് തോന്നുന്നത് വളരെ കുറവാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയും ഇതിന്റെ എല്ലാ തലവട്ടപ്പന്മാരായിട്ടിരിക്കുന്ന NMC, നാഷണൽ മെഡിക്കൽ കൗൺസിൽ, ഇതിന് ഒരു ബേസും ഇല്ലാതെയാണ് ഈ സമയക്രമം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ 1-ാം വർഷം മാത്രമല്ല, 2-ാം വർഷം 3-ാം വർഷം ഒക്കെ ഇങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പരീക്ഷണ കാലഘട്ടത്തിലാണ് മനുഷ്യൻ.
അല്ലേ? എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോ എല്ലാ കോളേജിലെയും കാര്യം നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ കോളേജിനെ സംബന്ധിച്ചോളം നമുക്ക് ഒരു ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരു കരിയർ ഗൈഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷൻ ഉണ്ട്. ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ പുതിയ കുട്ടികൾ ഈ കോഴ്സുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഇൻഡക്ഷൻ ഉണ്ട്. ഒരു ശരിക്കും induction. അങ്ങനെ ഒരു ഇൻഡക്ഷനോടുകൂടി ഈ കോഴ്സിലേക്ക് ഈ കുട്ടികളെ കടത്തിവിടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അല്ലാതെ വളരെ സ്ട്രെസ്ഫുൾ ആയിരിക്കും അവരുടെ ജീവിതം. ഈ ഇൻഡക്ഷൻ മാത്രമല്ല, പക്ഷേ ഈ ഇൻഡക്ഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇത് ഒരു സമയം കുറച്ച് നമുക്ക് നോക്കണ്ടേ, സമയം കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കണം. ഇത് മാത്രമല്ല, ഇനി അടുത്ത സ്ട്രെസ്ഫുൾ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ PG ചിന്തിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? നമുക്കൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി, ഞാനൊരു മെഡിസിൻ അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ എടുക്കണം, ഒരു സർജറി എടുക്കണം, അല്ലെങ്കിൽ ഞാനൊരു ENT ആവണം, ENT സർജൻ ആവണം, അല്ലെങ്കിൽ ഒഫ്താൽമിക് സർജൻ ആവണം. ആ ചിന്തകളൊക്കെ കയറി വന്നത് ഏത് വർഷത്തിൽ? അതൊരു ക്ലിനിക്സ് നമ്മൾ പരിചിതമായിട്ടല്ലേ? ഏകദേശം രണ്ടാം വർഷം വേണ്ട, 3 വർഷം 4-ാം വർഷം ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് അത് വന്നത്. എന്നാൽ ഇന്നത്തെ കുട്ടികൾ ഫസ്റ്റ് ഇയറിലെ PG-നെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാട്ടമി ഡിസെക്ഷന് കത്തി വച്ചില്ല, അതിനു മുമ്പ് സർജറി അത് വീണ്ടും ഒരു ആഡഡ് സ്ട്രെസ് ആണ്. എനിക്കത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അത് കുട്ടികളുടെ മനസ്സിലേക്ക്. അതിന് വേറെ കാരണം, അത് നമുക്ക് വഴിയെ പറയാം. അതെ 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 തീർച്ചയായിട്ടും. അപ്പൊ അതൊരു വലിയൊരു ഫാക്ടറാണ് അവരുടെ പെട്ടെന്ന് അവരുടെ ഒരു മാനസികാഘാതങ്ങൾ ഉണ്ടാക്കാനായിട്ട്. എനിക്ക് മൂന്നാമത് തോന്നുന്നത് നമുക്കും അതിൻ്റെ അകത്ത് കുറച്ച് പങ്കില്ലേ എന്നുള്ളതാണ്. അധ്യാപകർക്ക് പങ്കുണ്ടോ? തീർച്ചയായും അധ്യാപകർക്ക് പങ്കുണ്ട്. അതേപോലെ നമ്മള് പഠിച്ച സമയത്ത് 2008-2009 കാലഘട്ടങ്ങളിൽ ടീച്ചേഴ്സ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിപ്പിച്ച നമുക്കറിയാലോ. അവർക്ക് കുറച്ചുകൂടെ ടൈം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് വളരെ സാവധാനത്തിലാണ് എല്ലാ കോഴ്സും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ ഈ ടൈം റെസ്ട്രിക്ഷൻ കാരണം നമുക്ക് അതിനനുസരിച്ച് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. പിന്നെ മാത്രമല്ല, കുട്ടികൾ കുറച്ചും കൂടി ഒരു ഡിമാൻഡിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരെ നല്ലതാണ്. അവർക്ക് അത് കൺസെപ്റ്റ് പഠിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള സമയം വളരെ പരിമിതമാണ്, അല്ലേ മനുഷ്യൻ? പിന്നെ മാത്രമല്ല, കുറച്ചധികം ഡോക്ടേഴ്സിന്റെ ഈഗോ ഇഷ്യൂസ് കുട്ടികളെയും ബാധിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ഏറ്റവും ഒരു ടോക്സിക് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായി. അതായത് ഒരു പിന്നെ ടീച്ചേഴ്സ് തമ്മിലുള്ള ഈഗോ ഒരിക്കലും കുട്ടികളെ ബാധിക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ശരിക്കും പണ്ടത്തെ കാലഘട്ടം നമുക്ക് വിടാം. ഈ ഒരു ജനറേഷനിലെ കുട്ടികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരെ പഠിപ്പിക്കേണ്ട ചുമതല ശരിക്കും നമുക്കുണ്ട്. തീർച്ചയായിട്ടും. കാരണം നാളത്തെ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കേണ്ട ചുമതല ഇന്നത്തെ ഡോക്ടേഴ്സിനാണ്. എന്നാൽ മാത്രമേ ഈ ഒരു പ്രൊഫഷൻ ഒരു വാല്യൂ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിന് പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ കോഴ്സിന് ചില എത്തിക്സും അതുപോലെ ചില വാല്യൂസും ഉണ്ട്. ഇത് കീപ്പ് ചെയ്യേണ്ടത് ഇൻക്ലൂഡിങ് ടീച്ചേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ കൂടെ. തീർച്ചയായിട്ടും. അപ്പൊ പ്രൊഫഷണലിസം കുട്ടികൾക്ക് മാത്രം പോരാ, പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വേണം. ഞാൻ ക്ലാസ്സിൽ ശരിയായിട്ട് പഠിപ്പിക്കാതെ എന്റെ കുട്ടികൾ പഠിക്കണമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഇല്ല, അതിനകത്തൊരു അർത്ഥമില്ല. ശരിക്കും എബല ഒരു ക്ലാസ് കഴിയുമ്പോൾ നമ്മള് ടീച്ചേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെയുണ്ട് ക്ലാസ് എന്നൊരു റിവ്യൂ എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അത് സ്വയമായിട്ട് ഒരു അവലോകനം നടത്താനായിട്ട് നമ്മളൊക്കെ ഉപകരിക്കും. എബേല് ഫസ്റ്റ് ഇയർ ഡിപ്പാർട്ട്മെന്റിലും ഞാൻ സെക്കൻഡ് ഇയർ ഡിപ്പാർട്ട്മെന്റിലും അധ്യാപകനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റണം. ഞാൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം കുട്ടിക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് ഫുൾ കുട്ടിയുടെ തലയിൽ വെച്ച് കിട്ടുന്നത് യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായി നമ്മൾ മുഖം തിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് വളരെ ഫാക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി അടുത്ത നമുക്ക് ഇനിയുള്ള സ്ട്രെസ് കണ്ടീഷൻസിലേക്ക് നമുക്ക് ഓരോ സ്ട്രെസ് കണ്ടീഷൻസ് ആണല്ലോ നമ്മൾ പറയുന്നത്. ഇനിയുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്സിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ക്ലിനിക്സ് 2-ാം വർഷത്തെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിലേക്ക് എത്തുമ്പോൾ മനുഷ്യന് തോന്നുന്നുണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ കുട്ടികളെ വളരെ നന്നായിട്ട് ക്ലിനിക്കലി ട്രെയിൻ ചെയ്യാനുള്ള സമയവും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇപ്പത്തെ CBME കരിക്കുലം വെച്ചിട്ട് ഇതുപോലെ കുറച്ച് മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ടെങ്കിലും തീർത്തും തികച്ചും കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയം. വീണ്ടും ഇതാണ് നമ്മുടെ കരിയർ ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ പിന്നെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ ആ ഒരു സമയക്രമം അനുസരിച്ച് ഓരോ വർഷങ്ങൾ സെറ്റ് ചെയ്യാനും NMCക്കോ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രശ്നമായിട്ടുള്ളത്. അത് നമ്മുടെ യൂണിവേഴ്സിറ്റിയെക്കാളും NMC ചെയ്യേണ്ട ഒരു തീർച്ചയായിട്ടും NMCയുടെ ഒരു കടമയാണ്. അതെ, ശരിക്കും ഓരോ ഇയറിലും കൃത്യമായ സമയനിഷ്ഠിതമായി പഠിപ്പിക്കാനും, എന്നാൽ ഈ സമയത്തിനിടയ്ക്ക് തന്നെ അവരെ നന്നായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അസസ് ചെയ്യേണ്ടത് ഇതാണ്. അല്ല, ഞാനീ പറയുന്നത് ഇപ്പത്തെ പിന്നെ പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പം 2-ാം വർഷത്തില് മൈക്രോബയോളജി, ഫാർമക്കോളജി, പെത്തോളജി,
ആൻഡ് ഫോറൻസിക് മെഡിസിൻ. മെഡിസിൻ ഈ ഫോറൻസിക് മെഡിസിൻ എടുത്ത് തേർഡ് ഇയറിൽ തേർഡ് ഇയർ ഉണ്ടായിരുന്ന നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തേർഡ് ഇയർ ഉണ്ടായിരുന്ന 3 സബ്ജക്റ്റാണ്. അതെ. കമ്മ്യൂണിറ്റി മെഡിസിൻ, ENT, ഒഫ്താൽ. ഈ ENTയും ഒഫ്താലും സർജിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണെന്നുള്ളത് മാത്രം കണക്കിലെടുത്ത് അതിനെ ഫൈനൽ ഇയറിലോട്ട് മാറ്റി. ഫൈനൽ ഇയറിൽ ഇപ്പോൾ ഒരുമാതിരി നമ്മൾ പഠിച്ച സമയത്ത് ഒരു 4 സബ്ജക്റ്റ് ഉണ്ടായിരിക്കെ ഇപ്പൊ അത് 6 സബ്ജക്റ്റായി. തേർഡ് ഇയറിൽ 2 സബ്ജക്റ്റ്, കമ്മ്യൂണിറ്റി മെഡിസിനും ഫോറൻസിക് മെഡിസിനും. ഇതേപോലെയുള്ള അതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ചാഞ്ചാണ്, അശാസ്ത്രീയമായിട്ടുള്ള. കാരണം ഏപോലെ ഒരു ഫൈനൽ ഇയറിലെ ഒരു വിദ്യാർത്ഥി ഇപ്പൊ പറയുന്ന അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അതുപോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, ഇത് ഒരു വകതിരിവും ഇല്ലാതെ നമ്മുടെ NMC, അതായത് നാഷണൽ മെഡിക്കൽ കൗൺസിൽ തലതൊട്ടപ്പന്മാർ ഇത് ആരോട് എന്ത് ചിന്തിച്ചിട്ടാണെന്ന് അറിഞ്ഞുകൂടെ ഇതേപോലെയുള്ള മാറ്റങ്ങൾ. ഒരു മാസം പറയുന്നു 2ാം വർഷത്തിലോ ഫോറൻസിക് മെഡിസിൻ എടുത്ത് 3ാം വർഷത്തിലേക്ക് ഇടുന്നു, 3ാം വർഷത്തിലുള്ള 2 സബ്ജക്ട് എടുത്ത് ഫൈനൽ ഇയറിൽ ഇടുന്നു. കുറച്ച് കഴിയുമ്പോൾ ഫൈനൽ ആ എടുത്ത 2 സബ്ജക്ട് വീണ്ടും തിരിച്ച് 3ാം വർഷത്തിലേക്ക് ഇടുന്നു. ഇതുപോലെയുള്ള ഇന്ത്യ പോലെയുള്ള ഒരു ഇത്രയും നല്ല മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ അകത്ത് നമ്പർ 1 ആണ്. ഞാൻ വേറെ ഒന്നും പറയാം, എഡ്യൂക്കേഷൻ്റെ അകത്ത് നമ്പർ 1 ആയിട്ടുള്ള സ്ഥലങ്ങൾ അതിനെ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ. മനീഷേ, ഇതിന് മാറ്റം വരണം. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതപ്പോ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഇനിയിപ്പോ നമുക്ക് ഹൗസ് സർജൻസിയും ഇത് പാസ്സായി കഴിഞ്ഞ് ഹൗസ് സർജൻസിയും PGയിലേക്ക് എത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടേ? ഹൗസ് സർജൻസി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ടെർഷ്യറി കെയർ സെന്ററിന്റെ വർക്കിംഗ് ഫോഴ്സ് ആണ്. അതെ. അപ്പോ ഹൗസ് സർജൻസി കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു ഡോക്ടർ നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ അവനെല്ലാം അറിയണം. തീർച്ചയായിട്ടും. അതായത് ഷുഡ് ബി ക്വാളിഫൈഡ്. ഞാനൊരു കാര്യം പറയാൻ മനുഷ്യൻ പ്രശ്നം വരുന്നത് ഹൗസ് സർജൻസി സമയം ഇപ്പോൾ ആദ്യത്തെ പോലെ നമ്മൾ പഠിച്ചിരുന്ന സമയം അല്ലെങ്കിൽ നമുക്ക് മുന്നേ പഠിച്ചിരുന്ന സമയത്തെ പോലെ ക്ലിനിക്കൽ ട്രെയിനിങ് കിട്ടുന്നുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ക്ലറിക്കൽ വർക്കുകൾ, അതായത് എഴുത്തുകുത്തുകൾ ഒഴിഞ്ഞുള്ള നേരം ഹൗസ് സർജൻസിന് കിട്ടുന്നില്ല. വാസ്തവമാണ്. പല കോളേജുകളിലെയും കുട്ടികളുടെ അനുഭവം വെച്ചിട്ട് അത് സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരെ ട്രെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് തീർച്ചയായിട്ടും മനുഷ്യൻ. പക്ഷെ ഇത് ഒരു ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിനെ മാത്രം നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ട കാര്യമല്ല. ഇതൊരു സിസ്റ്റത്തിന് വന്ന വാളിച്ചാണ്. അതായത് എഴുത്തുകുത്തുകളും പിന്നെ എന്താ പറയുക ക്ലിനിക്കൽ വർക്കുകളും ഒഴിഞ്ഞ് സ്കില്ല് പഠിക്കേണ്ട സമയത്ത് രോഗത്തെ അറിഞ്ഞ് ഇതുവരെ ഏകദേശം തിയറിയും അത്യാവശ്യം രോഗികളെ നോക്കേണ്ടത് എങ്ങനെയാണെന്നും ആ ഫൈനൽ ഇയർ വരെ അദ്ദേഹം പഠിച്ചു. ഇനി യഥാർത്ഥ നല്ലൊരു ഡോക്ടറായിട്ട് മാറേണ്ട സമയമാണ് ഏത് ഹൗസ് സർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സമയത്ത് അദ്ദേഹത്തിന് അത് സാധിച്ചില്ല എങ്കിൽ നഷ്ടം നമ്മുടെ സൊസൈറ്റിക്കാണ്. അതിനകത്ത് നമുക്ക് സംശയമില്ല. വീണ്ടും സിസ്റ്റം കാരണമായതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീറ്റ് PG ഹൗസ് സർജൻസി കഴിഞ്ഞിട്ട് MBBS ആയി മാത്രം പോരാ, വെറും MBBS അല്ലേ? പക്ഷെ അപ്പൊ എന്ത് ചെയ്യണം? PG എടുക്കണം. ആ PGക്ക് വേണ്ടി ഹൗസ് സർജൻസി സമയം മുതലേ കടന്ന് പഠിക്കുകയാണ്. അപ്പൊ അവിടെ നഷ്ടം വരുന്നത് അദ്ദേഹത്തിന്റെ ക്ലിനിക്കൽ സ്കിൽസിനാണ് വരുന്നത്. പണ്ട് കാലത്തെ MBBS കഴിഞ്ഞ ഒരാള് 1-2 വർഷം പ്രാക്ടീസ് ചെയ്യും. തീർച്ചയായിട്ടും. അതിനുശേഷമായിരിക്കും തീരുമാനിക്കുന്നത് ഞാൻ ഏത് സെക്ഷൻ എടുക്കണം ആണ് എനിക്ക് സ്യൂട്ടബിൾ ആണ്. ഇന്ന് അങ്ങനെയാണോ? അല്ല, ഇന്ന് തീർച്ചയായിട്ടും അങ്ങനെയല്ല. പക്ഷെ അതില് ഗവൺമെന്റിനും ഒരു സാരമായ പങ്കുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ UG PG റേഷ്യോ ഒരു വർഷം നോക്കിയാൽ അത് 0.3 ആണ്, ഏകദേശം 0.3 ആണ്. അതായത് പകുതിയിലും താഴെ സീറ്റുകൾ മാത്രമേ PGക്ക് ഉള്ളൂ. ഇത് ഇന്ത്യ ആകമാനം എടുത്തു കഴിഞ്ഞാൽ അത് 0.67 സംതിങ് ആണ്. അപ്പോൾ 100 സീറ്റില് 100 MBBS സീറ്റിന് 67 PG സീറ്റ്. അപ്പോൾ വീണ്ടും ഇത് ചിന്തിക്കേണ്ടത് ശരിക്കും ഗവൺമെന്റ് ആണ്. തീർച്ചയായിട്ടും ഗവൺമെന്റ് ആണ്. ഇത്രയും ഹൗസ് സർജൻസി സമയത്ത് കുട്ടികൾക്ക് സ്ട്രെസ് കൂടുന്ന വേറൊരു കാര്യം കൊണ്ടുണ്ടല്ലോ. ഞാൻ MBBS കഴിഞ്ഞിറങ്ങിയാൽ ഇനി എന്ത് ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന വാർത്തകളൊക്കെ വളരെ വിഷമകരമാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ന്യൂസ് ഒക്കെ കണ്ടു. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാരും സൊമാറ്റോയും ഓടാനായിട്ട് പോകുന്നുണ്ട്. സ്വിഗ്ഗി സൊമാറ്റോ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ എത്തി എന്ന് ചേർന്നുള്ള ഡോക്ടേഴ്സ് ഉൾപ്പെടെ കുറ്റക്കാരാണ്. അശാസ്ത്രീയമായിട്ടുള്ള സീറ്റ് വർധനമാണ്. MBBS സീറ്റ് വർധന അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് കൂട്ടാം. MBBS സീറ്റ് കൂട്ടുന്നതിൽ യാതൊരു വിരോധവും ശരിക്കും അത് വേണം. പക്ഷെ ഏത് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങളുള്ള കോളേജിലാണോ ഇത് കൂട്ടുന്ന
എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട കാര്യമാണ്. അല്ല, അത് മാത്രമല്ല, ഇത് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തത്തുല്യമായിട്ട് PG സീറ്റ്സ് കൂട്ടണം. അതെ, ഇത് അഫക്റ്റഡ് ആവുന്ന അവിടെ മാത്രമല്ല, ആ. ഇത് ഇത്രയും കുട്ടികളെ ഇപ്പോ 100 സീറ്റ് പെട്ടെന്ന് 200 ആക്കുന്നു. അതെ, അത്രയും സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് ആ ഫാക്കൽറ്റിക്ക് ഉണ്ടോ? അതിനനുസരിച്ചുള്ള ഫാക്കൽറ്റി അവിടെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ ഗവൺമെന്റ് കോളേജസിൽ? അവിടെയാണ് പ്രശ്നങ്ങൾ. പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൽ തീർച്ചയായിട്ടും അവർക്ക് NMC മാൻഡേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പല മെഡിക്കൽ കോളേജുകളിലും അവർ റിക്രൂട്ട് ചെയ്യും. പക്ഷേ എസ്പെഷ്യലി കേരളത്തില് നല്ല മെഡിക്കൽ കോളേജുകളാണ്. എല്ലാ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പലരും നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും സ്ട്രെങ്ത് ഇല്ല. കാരണം നമുക്ക് അത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തുടങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള ഫാക്കൽറ്റീസിനെ തന്നെ എടുത്ത് മറിച്ച് ട്രാൻസ്ഫർ ചെയ്ത് അപ്പുറത്തോട്ട് കൊടുത്ത് അതിന് യോഗ്യത ആ മെഡിക്കൽ കോളേജിന് ഒരു യോഗ്യത ഉണ്ടാക്കി മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അവിടുന്ന് ഫാക്കൽറ്റീസിനെ എടുത്ത് തിരിച്ചുവിടുന്നു. ഇതുപോലെയുള്ള അക്രമങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ വരുന്നത് ചിരിപ്പിക്കാനായിട്ടെങ്കിലും നമ്മൾ വളരെ കോമഡിക്ക് പറയാറുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ടുള്ള ഒരു അതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഫാക്കൽറ്റി അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പിന്നെ ചർച്ചകളിൽ നമുക്ക് പിന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ. പല മാധ്യമങ്ങളും ചിത്രീകരിക്കുന്ന ഡോക്ടേഴ്സിനെ വളരെ പണച്ചാക്കുകൾ. നമ്മുടെ വളരെ രസകരമായിട്ട് പറഞ്ഞാൽ നമ്മള് പണ്ട് നെല്ലിക്ക കഴിച്ചിരുന്നു. അപ്പോ ചില അശാസ്ത്രീയമായ ചാനലുകളിൽ ഇങ്ങനെ പറഞ്ഞു നെല്ലിക്ക ജ്യൂസ് കഴിച്ചാൽ വളരെ നല്ലതാണ്. എന്നാൽ എത്ര നെല്ലിക്ക കഴിക്കണം, എങ്ങനെ കഴിക്കണം, അത് പറയാൻ അറിയില്ല. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ജ്യൂസ് അടിച്ച് കുടിച്ച് കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആയി. അവിടെ വെച്ച് ബില്ല് നമ്മൾ ഈടാക്കിയ നമ്മൾ കുറ്റക്കാരൻ. അവൻ എന്താണ്? എസ്തെറ്റിക് ഫിസിഷ്യൻ. അവൻ ആരാണ്? ഒരു ബേസും ഇല്ലാതെ ഒന്നുമില്ലാതെ എസ്തെറ്റിക് ഫിസിഷ്യൻ. അവന്റെ അടുത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ലൈക്കും മറ്റേ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജനോ ഒരു വിലയില്ല. അവന്മാരെ കടുത്തർപ്പം വരും.